ഗുഡ് മോർണിംഗ്. ഇന്ന് ഒക്ടോബർ 7th. ഞാനിപ്പോൾ ഇവിടെ കേശവദാസപുരം പിള്ളവീട് ലെയിൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെയിറ്റ് ചെയ്യുവാണ്. ഞാനിവിടെ ഒരു ഇനോഗ്രേഷന് വേണ്ടി വന്നതാണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റാ സ്റ്റോറിയിലൊക്കെ അതിനെക്കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. യൂഷ്വലി എൻ്റെ ഫോണിലോട്ടൊക്കെ വാട്സപ്പിൽ ഒരു ഇനോഗ്രേഷൻ എൻക്വയറി വരുമ്പോൾ മോസ്റ്റ്ലി അമ്മൂനായിരിക്കും, കിച്ചുവിനായിരിക്കാം, ചിലപ്പോൾ ഇഷാനിക്കോ അങ്ങനെയൊക്കെ ആയിരിക്കാം, ഓസിഹാൻ അങ്ങനെ. എനിക്കെന്നും പറയുന്നത് ഇന്നുവരെ ഐ ഡോണ്ട് ഈവൻ റിമെമ്പർ അങ്ങനെ വന്നിട്ടേ ഉണ്ടാവത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു എൻക്വയറി വന്നപ്പോൾ ഐ വാസ് ലൈക്ക്, എനിക്കോ ഹൗ കം മീ എന്നുള്ള ആ ഒരു ഇതായിരുന്നു എനിക്ക് കേട്ടോ. എനിവേ ഞാൻ ഇന്നിവിടെ ഒരു ആയുർവേദിക് വെൽനെസ് സെൻ്ററിൻ്റെ ഒരു ഇനോഗ്രേഷനാണ് വന്നേക്കുന്നത്. ആൻഡ് ഞാൻ അങ്ങോട്ട് പോയില്ല. ഇന്ന് ഭയങ്കര മഴയും വളരെ വലിയ ബ്ലോക്കും ആയതുകൊണ്ട് അവരെന്നോട് പറയും ഒരു ഇച്ചിരി ഡിലേ ഉണ്ട്. ഞാൻ ഐ റീച്ച് ദ ഏരിയ. ഞാൻ ഇങ്ങനെ കാറിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഇനി അങ്ങോട്ട് പോകണം. എക്സ്ക്ലൂസീവ്ലി ലേഡീസിന് മാത്രമായിട്ടുള്ള ഒരു ആയുർവേദിക് സെൻ്ററാണ്. ആൻഡ് ഇത് മറ്റേ കേരളീയ പഞ്ചകർമ്മ ചികിത്സ, പിന്നെ പ്രസവരക്ഷ, യോഗ, അതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ അവിടെ ഉണ്ട്. പണ്ടൊക്കെ നമ്മൾ ഈ പ്രസവം കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് ഈ പ്രസവ രക്ഷ ചെയ്യുന്ന ധാരാളം ആൾക്കാർ പണ്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അന്നൊക്കെ അത് ചെയ്തിരുന്ന പലരും വയസ്സായി. അവരുടെ അടുത്ത ജനറേഷനൊക്കെ ഒരിക്കലും ആ ഒരു പാത പിന്തുടർന്നിട്ടുണ്ടാവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ആർട്ട് സ്ലോലി ഇല്ലാതായിട്ടുണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവർക്ക് ആൾക്കാരെ അതിന് പരിശീലിപ്പിച്ച് അവർക്ക് അതൊക്കെ പഠിപ്പിച്ചു കൊടുത്ത്, ലൈക്ക് പ്രോപ്പർ രീതിയിൽ പഠിപ്പിച്ചു കൊടുത്ത് അങ്ങോട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ബിക്കോസ് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഒരുപക്ഷെ പ്രസവം കഴിഞ്ഞിട്ട് ഇതുപോലെയൊന്നും ഒന്നും ചെയ്യുന്നുണ്ടാവത്തില്ല. പക്ഷെ നമ്മുടെ ഒരു ഇന്ത്യൻ രീതി വെച്ച് അത് വളരെ നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇന്ന് തന്വി തിരിച്ചു പോവാണ്. ഇന്നലെ രാത്രി ഞാൻ എന്തോ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ അമ്മൂനോട് ഞാനിങ്ങനെ പറഞ്ഞു, തന്വി വന്നിട്ട് ഇത്രയും ദിവസം ഞാൻ ഒരിക്കൽ പോലും ഓർക്കാത്തൊരു കാര്യം. ലൈക്ക് തന്വി ലിയാന പ്രസവിച്ചത് കാനഡയിലാണ്. തന്വി ഇതുപോലെ ഒന്നും ചെയ്തിട്ടുണ്ടാവത്തില്ല. ഈ പ്രസവരക്ഷ ഞാനൊക്കെ എന്തുമാത്രം ചെയ്തിട്ടുണ്ട്, സിമിയൊക്കെ എന്തുമാത്രം ചെയ്തിട്ടുണ്ട്. തന്വി പാവം അതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. എൻ്റെ മനസ്സിൽ കൂടെ അത് സ്ട്രൈക്കും ചെയ്തില്ല. ഇന്നലെ ഞാൻ ഈ ഒരു ഇനോഗ്രേഷൻ്റെ കാര്യം ഞാനും അമ്മൂ ഇന്നലെ രാത്രി എന്തോ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറയും, തന്വി ഇത്രയും ദിവസം ഉണ്ടായിരുന്നു, തന്വിയെ കുറച്ച് ദിവസം എവിടെയെങ്കിലും ഒന്നും അറ്റ്ലീസ്റ്റ് ഒരു സ്പാ പോലെയെങ്കിലും ഒരു മസാജിനോ എന്തിനെങ്കിലും നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വിടേണ്ടതായിരുന്നു. ഒന്നും നടന്നില്ലല്ലോ. എനിക്ക് ഭയങ്കര വല്ലാത്തൊരു ഗിൽറ്റ് ഫീൽ ചെയ്തു. ബിക്കോസ് ഞാനൊക്കെ 40-50 ദിവസമായിരുന്നു ഓരോ പ്രസവം കഴിഞ്ഞിട്ടും നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ്, വെള്ളം, അത് ഇത് അങ്ങനത്തെ ഒത്തിരി നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടാവാം എനിക്കൊക്കെ 4 പ്രസവിച്ചിട്ടും നടുവേദനയോ അങ്ങനെയൊന്നും ഒരു പ്രശ്നവും എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് ആക്ച്വലി 4 പ്രസവം കഴിഞ്ഞിട്ടും ഏകദേശം എൻ്റെ വയറെല്ലാം നല്ല ഓൾമോസ്റ്റ് ഫ്ലാറ്റ് പോലെ ആയിട്ടുണ്ട്. ഹൻസുവിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് ഏതോ ഒരു പോയിന്റ് നന്നായിട്ട് ഞാൻ മെലിഞ്ഞതാണ്. പിന്നെ അങ്ങോട്ട് ഡയറ്റും നോക്കാതെ എക്സസൈസും ചെയ്യാതെയൊക്കെ വീണ്ടും വണ്ണം വെച്ചതാണ്. ഞാൻ അമ്മു, ഓസി, നിഷാനിയെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് എക്സാക്ട്ലി ഞാൻ 50 കിലോ വരെ കുറഞ്ഞു വന്നിട്ടുണ്ട്. എൻ്റെ വയറൊക്കെ ഫ്ലാറ്റ്. ഞാൻ പണ്ട് അക്ഷയപാത്രം എന്നൊരു സീരിയലിൻ്റെ ഷൂട്ടിങ്ങിന് ഓസിയെ പ്രസവിച്ചിട്ടായിരുന്നു എൻ്റെ സീരിയലിന് ഞാൻ അഭിനയിക്കാൻ പോണേ. അപ്പോൾ അവിടെ നമ്മൾ ലേഡീസ് എല്ലാവരും ഒരു റൂമിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സീൻ കഴിയുമ്പോൾ അടുത്ത സീൻ പെട്ടെന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്നായിരിക്കും പെട്ടെന്നായിട്ടേക്കണ സാരി ഊരി അടുത്ത സാരി പെട്ടെന്ന് ഉടുക്കുന്നതൊക്കെ. അപ്പോൾ എന്നോട് ആരൊക്കെ പറഞ്ഞിട്ട്, അയ്യോ സിന്ധുവിൻ്റെ വയറ് കണ്ട ഇങ്ങനെ പ്രസവിച്ചിട്ടുണ്ടെന്നേ തോന്നത്തില്ലല്ലോ, അടയാളമൊന്നും ഇല്ല, ലൈക്ക് ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്നത് പറയുമ്പോൾ ഞാനിങ്ങനെ അപ്പം ഞാൻ മനസ്സിൽ താങ്ക്സ് ടു നാഗമ്മ അമ്മ, പുള്ളിക്കാരി എനിക്ക് വേണ്ടി അത്ര നന്നായിട്ടാണ് മസാജ് ചെയ്ത് തന്നിട്ടുള്ളതും വെള്ളം പിടിച്ച് തന്നിട്ടുള്ളതും ഒക്കെ. സോ അത് ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻ ആയുർവേദ രീതി ഓരോ സ്റ്റേറ്റിലും ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളെ കേരളത്തിലാണ് ഇന്ത്യയിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നതും അത് പുറത്തറിയപ്പെടുന്നതും അങ്ങനെയാണ്. ഒരുവിധപ്പെട്ട ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാനൊക്കെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും പുറത്തു നിന്നും എല്ലാ ആൾക്കാർ കേരളത്തിലോട്ടാണ് വരുന്നത്. ഏറ്റവും നന്നായിട്ട് ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചുള്ള വിവരവും ഇവിടെയുള്ള
നമ്മുടെ വൈദ്യന്മാർക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ധാരാളം ഡോക്ടേഴ്സ്, ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. നമുക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് നർമ്മദയിൽ ഡോക്ടർ സതീഷ് എന്ന് പറഞ്ഞ ഈസ് ആയുർവേദ ഡോക്ടർ. ഞാനൊക്കെ എൻ്റെ ഒരുപാട് ഇഷ്യൂസിന് ഐ ഹവ് ഗോൺ ടു ഹിം. ഒരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് ആ ഉടച്ചൊക്കെ വിടുമ്പോൾ നമുക്കൊരു സുഖമാണ്. ഐ മീൻ സോ ഗുഡ്. അപ്പം ഞാൻ ഇന്ന് അവർ ഇനോഗ്രേഷന് വന്നേക്കണേ. യൂഷ്വലി അമ്മൂൻ്റെയൊക്കെ കൂടെ ഇനോഗ്രേഷന് ഞാൻ കൂടെ പോവും. അവർക്ക് വേണ്ടിയുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ കൂടെ നടന്ന് എടുത്തു കൊടുക്കും. ഇന്ന് എനിക്ക് വേണ്ടി എടുത്തു തരാൻ അങ്ങനെയൊന്നും ആരുമില്ല. നമ്മുടെ ജോബിനോട് പറയണം എന്തെങ്കിലും വിഷ്വൽസ് പറ്റിയാൽ എനിക്ക് എടുത്ത് തരാൻ. അതെങ്ങനെയായിരിക്കും അവിടെ വലിയ ഇതൊരു ആയുർവേദിക് സെൻറ്റർ ആയതുകൊണ്ട് സാധാരണ നമ്മളൊരു സ്വർണ്ണക്കടയുടെ ഇനോഗ്രേഷന് പോകുന്ന പോലെയോ ഒരു തുണിക്കടയുടെ ഇനോഗ്രേഷന് പോകുന്ന പോലെയോ അങ്ങനെയൊന്നും ഉള്ളൊരു വലിയൊരു ആളും ബഹളമൊന്നും കാണാൻ വഴിയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അറിഞ്ഞുകൂടാ, എന്നാലും പോയി നോക്കാം. ഡോക്ടർ ശാലിനി ആൻഡ് ഡോക്ടർ റോഷിനി, ഈ 2 ഡോക്ടേഴ്സ് കൂടി ചേർന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഒരു ആയുർവേദിക് സെൻറ്ററാണ്. അതിൻ്റെ ഒരു മെയിൻ സംഭവം ലേഡീസിന് വേണ്ടി മാത്രമാണ്. സോ പല സെൻറ്റേഴ്സിലൊക്കെ നമുക്ക് പോകുമ്പോൾ ലൈക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ ലൈക്ക് അവിടെ ലേഡീസ് മാത്രമാണെങ്കിൽ അത് കുറച്ചൊരു കംഫർട്ടായിരിക്കും, നമുക്കൊരു ടെൻഷനൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ നമ്മൾ പലപ്പോഴും സ്പായ്ക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഒരു മുറിയിൽ നിന്ന് അടുത്ത റൂമിലോട്ട് നമുക്ക് ഒരു സ്റ്റീമിനൊക്കെ പോകണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മറ്റേ ആ ഡ്രസ്സ് മറ്റേ ഹൗസ് കോട്ട് പോലത്തെ തരും. എന്നാലും നമുക്കൊരു എവിടെയും ഒരു ചെറിയൊരു ഒരു ചമ്മൽ കാണും. അപ്പോൾ സ്ത്രീകൾ മാത്രമുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് ആ ഒരു ചമ്മലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് ഡോക്ടർ ശാലിനി പറയുന്നുണ്ടായിരുന്നു ഇവർ വീടുകളിൽ പോയി ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് കേട്ടോ. ലൈക്ക് ഇപ്പോൾ ഇവിടെ വരാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം, ചെന്ന് ചെയ്യുവാണെങ്കിൽ അങ്ങനെയുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ നമുക്കൊന്ന് അങ്ങോട്ട് പോയിട്ട് നോക്കാം അല്ലേ. എന്നാലും എനിക്ക് ചെറിയൊരു ചമ്മലുണ്ട്, ബിക്കോസ് ഐ എം നോട്ട് യൂസ്ഡ് ടു ഓൾ ദാറ്റ്. എന്നിട്ട് പൂവൊക്കെ വെച്ചിട്ടാണ് വന്നേക്കണേ. ഇതെൻ്റെ ഒരു പുതിയ സെൽവാറാണ്. ഞങ്ങൾ എന്നോ ചെന്നൈയിൽ പോയപ്പോൾ വാങ്ങിയതാണ്. സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇതുവരെ ഇട്ടില്ല. നല്ല ഒക്കേഷനൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ അടുത്ത അമ്മൂൻ്റെ കൂടെ ട്രിപ്പ് അബുദാബി ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇടാമെന്ന് ഞാൻ വെച്ചിരുന്നു. പിന്നെ ഞാൻ ഇന്ന് എടുത്തിടാം, നല്ലൊരു സെൽവാറല്ലേ എന്ന് വെച്ചിട്ട്. ഇതിൻ്റെ സെയിം ബ്ലൂ അമ്മൂനുണ്ട്. ഇതിൻ്റെ ഓൾമോസ്റ്റ് മറ്റൊരു പിങ്ക് ഷെയ്ഡ് ഇഷാനിക്കുണ്ട്. ആരോ വന്ന് ജോബിനോട് വഴി ചോദിക്കുന്നു. ബെസ്റ്റ് പാർട്ടി. എന്ത് ബ്ലോക്കായിരുന്നോ ഞങ്ങളുടെ വണ്ടി. ആ ഒരു വൺ വേയിൽ ഇടയ്ക്ക് വഴി വെച്ച് കയറിയിട്ട് ഓപ്പോസിറ്റ് കുറേ വണ്ടിയൊന്നും ഫുള്ള് റിവേഴ്സ് ബാക്കിലെടുത്ത്. അന്ന് ഞാൻ ഇവനോട് പറയാം, നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ച മാസ്റ്റർ ഇന്ന് നിന്റെ ഈ കഴിവ് കണ്ടെങ്കിൽ അയാൾ നിനക്കൊരു ഷേക്ക് ആൻഡും ഒരു സെല്യൂട്ടും തന്നെ. നീ അടിപൊളിയായിട്ടാണ് എല്ലാം ചെയ്ത്. പാവം കേട്ടോ, എത്ര റിവേഴ്സ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ കയറ്റത്തിൽ റിവേഴ്സ് എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട പയ്യന്ന്. പാവം കൊച്ചു പയ്യൻ, വെരി സ്വീറ്റ് ബോയ്. അവൻ ലണ്ടനിൽ അപ്പം ഇവന് ലണ്ടനിൽ പോകാനായിട്ടുള്ള ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണോ എന്തോ സംതിങ്. അപ്പോൾ അതിന് രാത്രി ഇവന് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇവൻ പറയാം, എൻ്റെ ഇന്നലത്തെ ഓൺലൈൻ ക്ലാസ് എടുത്തുകൊണ്ടിരുമ്പോൾ ഞങ്ങളുടെ പ്രൊഫസർ ന്യൂട്രീഷനെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതിന് എക്സാമ്പിളായിട്ട് ഇഷാനി എന്ന് പറഞ്ഞൊരു കുട്ടിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇവൻ പറയാം, ഞാനിങ്ങനെ ഒരു സെക്കൻഡ് ഇങ്ങനെ വല്ലാതെ ആയിപ്പോയി. പറഞ്ഞു ഇഷാനി ആ കുട്ടി ഒരു എക്സാമ്പിളായിട്ട് എടുക്കണം. ആ കുട്ടി എത്ര നന്നായിട്ടാണ് മറ്റേ ഡയറ്റിലൂടെയും എക്സസൈസിലൂടെയും അത് ആ കുട്ടിയുടെ ബോഡി നല്ല രീതിയിലാക്കിയെന്നൊക്കെ. അപ്പോൾ ഇവനോട് ചിരി വന്നിട്ട് വയ്യ ഇഷാനിയെ കുറിച്ച്. അപ്പം ഞാൻ ചോദിച്ചു, ആരാ ആ പ്രൊഫസർ? പറഞ്ഞു ഇവിടെ നിന്നുള്ള ആളല്ല, കണ്ണൂരുള്ളൊരു പ്രൊഫസറാണ്. എന്നിട്ട് ഇഷാനി എക്സാമ്പിളായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇഷാനി നിന്നെയാണ് ഇപ്പോൾ വലിയ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിലൊക്കെ വലിയ എക്സാമ്പിളായിട്ട് പറയുന്നതെന്ന് പറയുമായിരുന്നു. ബട്ട് ഇഷാനി ഈസ് വെരി വെരി ഡെഡിക്കേറ്റഡ് ആൻഡ് ഷീ ഈസ് വെരി പക്ക. വാട്ട് ഷീ ഹാസ് ടു ഈറ്റ് അതേ കഴിക്കൂ. ഭയങ്കര ഇതാണ്. അതിനൊക്കെ വേണ്ടി ഊസി ഉണ്ട്. അമ്മേ വേണ്ടാത്തതേ ഊസി കഴിക്കും. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല കേട്ടോ. കൊക്കക്കോളയും പെപ്സി പോലത്തെ ഒന്നും സ്ഥിരം വാങ്ങരുത് കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ എവിടെ പോയാലും അതേ വാങ്ങിക്കൂ. ഈ ചെറിയ കടകളിൽ നിന്നും ഈ വഴിയിൽ നിന്നും ഉള്ള ചിക്കൻ ഫ്രൈ ഒന്നും വാങ്ങലെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചിക്കൻ ഉണ്ടെങ്കിലും ഇവളത് സ്വിഗ്ഗി ഓർഡർ ചെയ്യും. എനിക്ക് അറിഞ്ഞുകൂടാ ഓസിയെ എങ്ങനെ ഒന്ന് സെറ്റാക്കുമെന്ന് എനിക്ക് അറിയാം. ജിമ്മിൽ പോകാൻ പറയുമ്പോൾ എനിക്ക് രാവിലെ ഒന്നും എണിക്കാൻ വയ്യ, വൈകിട്ട് എനിക്ക് ഓസിയിൽ പണിയുണ്ട്. ഇങ്ങനെ എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ ഇത് കിട്ടിയതാണ്. ഞാൻ ഇങ്ങനെ വേണ്ടാത്ത ഭക്ഷണമൊന്നും പുറത്തുനിന്ന് കച്ചറയൊന്നും കഴിക്കത്തില്ല. പക്ഷേ ഈ ജിമ്മിൽ പോകുന്നത് എക്സസൈസ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഞാൻ ഇതുപോലെയാണ്. ഒരു എക്സ്ക്യൂസ് കഴിയുമ്പോൾ എന്താ ഒരാൾ എന്നോടൊന്ന് ചോദിക്കാൻ ഉദ്ഘാടനം കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അവിടെയാണെന്ന് പറഞ്ഞു. ഞാൻ അവരെ ഒന്ന് വിളിച്ചു വെക്കട്ടെ എന്തായി. ആരണ്യവേദ വെൽനെസ്, അതാണ് ആ സെന്ററിൻ്റെ പേര്.
ഇതാണ് ഡോക്ടർ റോഷിനി, ഇതാണ് ഡോക്ടർ ശാലിനി. ഡോക്ടർ ശാലിനിയായിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നതും. ഞാൻ ആക്ച്വലി ഫോട്ടോ ഐ തോട്ട് യു സൂട്ട് ടു ഹാവ് എ നെയിം ശാലിനി. രണ്ടുപേരുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇതാണ് നമ്മുടെ ഡോക്ടേഴ്സ്, ഡോക്ടർ ശാലിനി ആൻഡ് ഡോക്ടർ റോഷിനി. ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞു, ഞാൻ പോകുന്നു. ഇനി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ റീലിൽ ഇടുന്നതായിരിക്കും. ഓൾ ദ ബെസ്റ്റ് ടു ദ എൻ്റെ ഫോട്ടോ ഞാൻ എപ്പോഴാണ് കണ്ടത്. ഞാൻ എൻ്റെ ഒരു ക്ലോസ് അതുപോലെയൊന്നും ഞാനങ്ങനെ എൻ്റെ തല കണ്ടിട്ടേ ഇല്ല കേട്ടോ. ദാറ്റ്സ് റിയലി സ്വീറ്റ്. നിങ്ങൾ 2 ഡോക്ടേഴ്സ് ഇല്ലേ, എന്തായിരിക്കും നിങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ ഇനോഗ്രേഷൻ എന്നെ വിളിക്കണം എന്ന് പ്ലാൻ ചെയ്തത്? നമ്മുടെ ഈ സെന്റർ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി ഫോർ ലേഡീസ് ആണ്. ലേഡീസ് ഹെൽത്ത്, നിങ്ങളുടെ വീട്ടിലെ സ്ത്രീയുടെ ആരോഗ്യം, അതാണ് നമ്മൾ ആക്ച്വലി അറിയുന്നത്. ഇപ്പോൾ ഒരു വീഡിയോയിൽ നമ്മൾ അഹാന പറയുന്ന കണ്ടിരുന്നു, നമ്മൾ 4 മക്കളെയും ഇത്രയും ടേക്ക് കെയർ ചെയ്തിട്ട് അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടുള്ളത്. സ്ത്രീകളുടെ ഹെൽത്തിന് പിന്നെ അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരാൾ നമ്മുടെ ഗസ്റ്റായിട്ട് നമ്മൾ അറിയിച്ച സിന്ധുകൃഷ്ണ മാമിനെയായിരുന്നു. പൊതുവേ ലേഡീസിന് സ്വന്തം സമയം കണ്ടെത്താനുള്ള കിട്ടാറില്ല, സ്വയം അത് നേരാ. അപ്പം അങ്ങനെ വന്ന ഒരു വാക്കും കൂടെ നമുക്കൊരു നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തു. അപ്പം അതുപോലുള്ള എല്ലാ ലേഡീസിനാണ് സമയം കിട്ടാതെ ബാക്കിയുള്ളവർക്ക് വേണ്ടി സമയം കൊടുക്കുക. എല്ലാവരും പറയും, ഇന്നാളെ ഒരു കോമഡി കിട്ടിയിരിക്കുക, മറ്റേ കോൺസ്റ്റിറ്റ്യൂഷനിൽ മഴ എല്ലാ വീട്ടിലും ഒരു അഹാന വേണമെന്ന്. അമ്മമാർക്ക് വേണ്ടി എല്ലാം ചെയ്യാനായിട്ട് എല്ലാ വീട്ടിലും ഒരു അഹാന വേണം. അമ്മയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യണം, അമ്മേനെ എല്ലായിടത്തും കൊണ്ടുപോകാനും. അമ്മമാർക്കൊരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് തോന്നുന്നു ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്. നേരാ. ശരിക്കും അമ്മയെ ഹോട്ടലിൽ കൊണ്ടുപോയി കുറച്ച് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ അമ്മയ്ക്ക് ഇവിടെ ഒരു സെഷൻ ബുക്ക് ചെയ്യുക, അമ്മയെ ഇങ്ങോട്ട് വിടുക. ദാറ്റ്സ് റിയലി ഗുഡ്. ഒരു മണിക്കൂറെങ്കിലും അമ്മ റിലാക്സ് സ്പെഷ്യൽ. അതാണ് അത്. എനിവേ ഓൾ ദി ബെസ്റ്റ് ടു യുവർ സ്ഥാപനം. നന്നായി വരട്ടെ. അപ്പം ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ ട്രീറ്റ്മെൻറ്റിന് വരുന്നതായിരിക്കും. നന്നായിട്ടുണ്ട് യുവർ ഹോൾ ബിൽഡിംഗ് ആൻഡ് എവറിത്തിങ് ഇസ് ലൈക്ക് എക്സ്ട്രീംലി പോസിറ്റീവ്. ആ കാണുന്നത് ഇവരുടെ യോഗയുടെ റൂമാണ്. ഓൾ ദീസ് ഗേൾസ് വെരി സ്വീറ്റ് ഗേൾസ്. ആ നിൽക്കുന്ന കുട്ടി എൻ്റെ വലിയ ഫാനാന്ന് പറയുമെങ്കിൽ സന്തോഷമായി. അപ്പോൾ ശരി മോളെ, അപ്പോൾ പോയിട്ട് വരാം. ഓൾ ദി ബെസ്റ്റ് യു ഓൾ. ഓക്കെ, ബൈ ബൈ. വീടെത്തി. വീടുന്നൊരു ഫുൾ അലങ്കോലമാണ്. തൻവി ഇപ്പോൾ ഒന്ന് എൻ്റെ പാരൻസിൻ്റെ അവിടെ പോയി തൻവിക്ക് കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെയോ ഫുഡ് ഐറ്റംസ് അവിടെ ആക്കിയിട്ടുണ്ട്. അതൊക്കെ എടുക്കാനായിട്ട് പോയി. പാക്ക് ചെയ്യണൊക്കെ തന്നിവിടെ പെട്ടിയൊക്കെ ഇവിടെ എല്ലാം പാക്കൊക്കെ ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുന്നു. ലിയാൻ ഇന്ന് കൂടെ പോകാൻ വിളിച്ചിട്ട് പോയില്ല. അവനവിടെ പോകണ്ട, ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറയും. യൂസ് ചെയ്ത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുക. ഇഷാനിയുടെ ടീഷർട്ടാണ് വേണ്ടേക്കണേ. എന്താ എന്നെ കാണിക്കാൻ പറയണേ? ഇവൻ വെള്ളത്തിൽ എന്താടാ I saw that. Lian, did you have breakfast? Da. I was dying. എടാ നീ കഴിച്ചോ? എന്ത് കഴിച്ചു? ആപ്പിൾ ജ്യൂസ് കുടിച്ചു അത്ര. I wanted or hot? Hey, Kalla. Spicy, you want water? I'll give water in Mario cup. Okay? I feel on the desk. ഇവന്ത് നാടകം നടന. I'll go have rice, Lian. Say once again, can you say thank you to Ashwin? Thank you, Ashwin. അശ്വിനാണ് നൂഡിൽസ് ആക്കി കൊടുത്തത്. ഓസി മെയ്ഡ് or അശ്വിൻ മെയ്ഡ്? Osi made it for you. I want you to do it. Oh, he wants you to do it. Yeah. You do it. I wish. നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള എൻ്റെ ചെടികൾ ഗാർഡനേഴ്സ് വന്നാലേ രക്ഷയുള്ളൂ. ഞാൻ എത്നിക് വീവ്സിൽ നിന്ന് കൊണ്ടുവന്ന് നട്ട ഒരു ചെടിയായത്. ഭയങ്കര ഇഷ്ടമായി പ്ലാന്റ്. ആൻഡ് ഇവിടെ ആരും നടാതെ താനെ പൊടിച്ച ഒരു വെജിറ്റബിൾ. എന്താണ് വെജിറ്റബിൾ? കുമ്പളങ്ങയാണോ?
അറിയത്തില്ല. എന്തായാലും അത് താനേതേ വളർന്ന് ഡ്രാഗൺ ഫ്രൂട്ടിന് അങ്ങനെ ഉമ്മ വെച്ച് കയറി പോകുന്നുണ്ട്. 2 ഡ്രാഗൺ ഉണ്ട്. സീസൺ കഴിഞ്ഞു. ഞാനിതിനെ ഒന്ന് നമ്മുടെ ലിയാന് വേണ്ടി ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഒന്ന് കുളമായി, ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റി എനിക്ക്. ചോട്ടാ ഭീമിന്റെ മുഖമുള്ള കേൾക്കുന്നതായിരിക്കും. അപ്പൊ വല്ല പടം എക്സ്പെക്ട് ചെയ്യുമായിരിക്കും കേട്ടോ. എടാ ഇത് പടമില്ലാത്ത കിടിലം മാത്യൂസ് കേക്കാടാ. This is what Chota Beans cake. Don't open. Wow. Come. Don't touch, okay? Wow, Chota Bean cake. I call it adishtappetta Chota Bean Chota Bean cake. Do you know what's written here? We will miss you, Tanvi and Lian. ഈ പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്യായിരുന്നു അല്ലേ? അതാവുമ്പോ ലുക്ക് വേണമെങ്കിൽ. റെഡി? അയ്യോ ക്യാൻഡിൽ ഒരു സെക്കൻഡ് നോക്കട്ടെ. എടാ ക്യാൻഡിൽ ഒന്നും ഇല്ലടാ. There is no candle. This cake you have to cut, not with the candle. Yes. Okay, why don't you cut the cake? Lian, cut the cake. The candle is bad. It's time to go to the airport. Come on. Lian, cut the cake. Happy Birthday to you. Happy birthday to you. Happy birthday dear Lian. Happy birthday to you. Hey. Blow in the imaginary candle. Okay, take a bite. You like it? Is it tasty? Best. തുപ്പി. Okay, ഇത്രയും നല്ലൊരു ക്ലൈമാക്സ്. എടുക്ക പിക്ചർ എടുക്ക. ചോട്ടാ ഭീമിന്റെ പാട്ട് ഇട്. I'm going to show magic, okay? Lian, look at me. Look at smile. Look at Ammu. Look at this hand. Smile. Only then the magic will work. Smile so the magic can come. So audit can come. Smile. Say audit come. Come audit. Say cheese audit. Say cheese. Ashwin. Audit's here, okay? Anit's here. Anit. Eh? Where are you going? What do you want? Bye, baby. Lian, bye. Say bye, Appati. Bye. Okay, bye. See you all in the airport. I will never be able to take you again. Of course. Okay, then we buy. We'll see you in 6 months. അന്ന് കരച്ചിലൊക്കെ ആയിരുന്നു. ഇന്ന് മറ്റേ അപ്പ ശരിയല്ലേ? What should I tell when Babita comes home? ഐപാഡ് ഷൗട്ടാതെ നോക്കാം. See, give a shake hand. Bye, Lian. I watch the dog. Yeah, you can. Bye. Say bye to everyone. Vegetable avano. Pachakari. Yeah, bye. അയ്യോ കൊടയും ഇല്ലല്ലോ. അങ്ങനെ എനിക്ക് പോകാൻ സമയമായി. ഹെവി റെയിൻ വീഡിയോ ആണ്. ബൈ പൊന്നു. Gone.
തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അപ്പച്ചി പറഞ്ഞു ലിയാൻ്റെ ഒരു ചെരുപ്പ് അവിടെ എവിടെ ഇട്ടിരുന്നു. ഇത് ഞാൻ മുകളിൽ നമ്മുടെ ജിമ്മിൽ തന്മി എന്നും എക്സസൈസ് ചെയ്യാൻ പോകുമ്പോൾ ഇവനെ കൊണ്ടാണ് പോകണം. അപ്പോൾ അവിടെ അവ ഇടുന്ന ഷൂസാണ്. ഇത് മുകളിലാണ് വെച്ചിരുന്നത്. ഞാനിതിനെ ഇന്ന് പൊക്കിയെടുത്ത് ഇവിടെ തന്മിയുടെ പെട്ടിയുടെ മുകളിൽ കൊണ്ട് വെച്ചതാണ്. പക്ഷേ എനിക്കൊന്ന് അവൻ വീണ്ടും ഇതിനെ കളിക്കാൻ എടുത്തോണ്ടേ. കുഴപ്പമില്ല, അവൻ വരുന്നവരെ അവൻ്റെ ഈ ഒരു ഷൂസ് ഇവിടെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഇവിടെ ശബ്ദമൊന്നുമില്ല. ഹൻസുണ്ട്. ഹൻസുവിന് ഇന്നൊരു ഷൂട്ടുണ്ടായിരുന്നു. എന്നെ അവിടെ നോക്കുക, അവിടെ കിടക്കുക. അപ്പോൾ ഹൻസുവിന് ഇന്നൊരു കഴുത്ത് വേദന മാറിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല, നാളെ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു. ഒരുപാട് ദിവസം എപ്പോൾ നോക്കിയാലും വീട്ടിലൊരു ബഹളത്തിന് ശേഷം നമുക്ക് ചില സമയത്തൊക്കെ ഒത്തിരി ബഹളമാകുമ്പോൾ നമുക്ക് തോന്നും അയ്യോ എന്തൊരു ബഹളമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ തോന്നും ആ ബഹളത്തിന് രസമുണ്ടായിരുന്നു. ഹൻസുവിൻ്റെ സൈക്കിള് ആർക്കും വേണ്ടാതെ എത്രയോ വർഷങ്ങളായിട്ട് അത് കുറേ കാലം 5 വയസ്സ് വരെയൊക്കെ ചവിട്ടിയെടുത്തേക്കണം. അതിനുശേഷം പിന്നെ കാലങ്ങളുള്ളത് ഇവിടെയൊക്കെ ഇരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനൊക്കെ ഇരിക്കുന്ന അവിടെ കൊണ്ട് വർഷങ്ങളോളം അവിടെ വെച്ചിരുന്നു. ഈ അടുത്ത കാലത്ത് നമ്മൾ ആ മുകളിൽ ഒരു സ്റ്റോറേജ് സ്പേസൊക്കെ റെഡിയാക്കിയപ്പോൾ എന്നോ അവിടെ കൊണ്ടുവച്ചു. അവിടെ തന്നെ ഒരു 3-4 വർഷമായിട്ട് അവിടെ ഇരിക്കുക, 3 വർഷമായിട്ട് അവിടെ ഇരിക്കുക. അതാണ് ലിയാൻ വന്ന സമയത്ത് ഹൻസുവിൻ്റെ ഒരു പഴയ ഒരു ടബും ഈ സൈക്കിളും ഞാൻ എല്ലാം മുകളിൽ നിന്ന് എടുത്ത് കഴുകി ക്ലീനാക്കി താഴെ എത്തിച്ചു. ഈ സൈക്കിളിൽ അവൻ അത്രയ്ക്ക് എൻജോയ് ചെയ്തു കേട്ടോ. ഇന്നലെ സഫീലയുടെ മോൻ വന്നപ്പോഴും രണ്ടുപേരും കൂടെ നല്ലപോലെ എൻജോയ് ചെയ്തു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഒരു ശൂന്യത. ഇറ്റ് വാസ് നൈസ്. ബട്ട് ഐ എം ഹാപ്പി തൻവി ഹാഡ് എ വെരി വെരി നൈസ് വെക്കേഷൻ. നല്ല സാധാരണ നമ്മുടെ നാട്ടിലൊരു വെക്കേഷന് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ 1-2 എന്തെങ്കിലും ഒരു പ്രോഗ്രാംസ് കാണും അങ്ങനെ. പക്ഷെ തൻവിക്ക് വന്ന ഓൾമോസ്റ്റ് തൻവി റീച്ച്ഡ് ഓൺ ഓഗസ്റ്റ് ഐ തിങ്ക് 25th or 26th or something like that. അതിൽ ഏതോ 1 of those days ആയിരുന്നു ഓസിയുടെ ബ്രൈഡൽ ഷവർ, ഫോളോഡ് ബൈ ലിയാൻ്റെ ഒറിജിനൽ ബർത്ത്ഡേസ് ഓൺ August 30th. പക്ഷെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് ഓൺ 1st. കാരണം സിനിയൊക്കെ 31st-നോ 30th-നോ എന്തോ എത്തിയത്. അങ്ങനെ ഫസ്റ്റിനായിരുന്നു ലിയാൻ്റെ ബർത്ത്ഡേ പാർട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹൽദി, ദെൻ ദെർ വാസ് സംഗീത്, ദെൻ ദെർ വാസ് കല്യാണം, ദെൻ ദെർ വാസ് ഓണം, ദെൻ ദെർ വാസ് പിന്നെ തൻവി ഇടയ്ക്കൊന്ന് ബാംഗ്ലൂർ പോയി. പിന്നെ തൻവി ബാക്കി റിലേറ്റീവ്സിൻ്റെ ഇടയ്ക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഓസിയിലേക്ക് കൂടെ ടാജിൻ്റെ ഒരു സ്റ്റേക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഹൻസുവിൻ്റെ ബർത്ത്ഡേ. ഇറ്റ് വാസ് നൈസ്. ലൈക്ക് തൻവി ഹാഡ് ലൈക്ക് സോ മെനി പ്രോഗ്രാംസ് ടു അറ്റൻഡ്. ഒത്തിരി ഫങ്ഷൻസ്, നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. ലിയാന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഗ്രാൻഡ് ബർത്ത്ഡേ പാർട്ടി കൊടുക്കാൻ പറ്റി. അവന് ഇഷ്ടപ്പെട്ട സൂപ്പർ മാരിയോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടർ, അത് അവനും ഭയങ്കര ക്രേസാണ്. അതിൻ്റെ ഒരു തീമൊക്കെ വെച്ചിട്ട് ഒരു സൂപ്പർ ബ്യൂട്ടിഫുൾ ബർത്ത്ഡേ പാർട്ടി ചെയ്തു കൊടുക്കാൻ പറ്റി. ഇതെല്ലാം ഇറ്റ് ഹാപ്പൻ ചെയ്യുന്നു കറക്റ്റായിട്ട്. അതിൻ്റെ നമുക്ക് ഇതൊക്കെ ചെയ്തു തന്നില്ലേ, അതിൻ്റെ വർക്കൊക്കെ ചെയ്തു തന്ന ആ കുട്ടിക്കൊക്കെ ഒരു 3 days ബിഫോറാണ് അമ്മു വിളിച്ച് പറയുന്നത്. പക്ഷെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എല്ലാം ചെയ്തു തന്നു. അവൻ്റെ ഒരു സൂപ്പർ മാരിയോ കപ്പ് ഉണ്ടായിരുന്നേ. അപ്പോൾ തന്നെ പിന്നെ അത് കൊണ്ടുപോയി കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ വിഷമമായി. പിന്നെ ഞാൻ ബബിൾ റാപ്പൊക്കെ ഇട്ട് പാക്ക് ചെയ്ത് ഒക്കെയായിരുന്നു കൊടുത്തയച്ചത്. തൻവിക്ക് എന്തോ വെച്ചാൽ വെയിറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ എയർപോർട്ടിൽ ചെറിയൊരു ഞങ്ങളൊക്കെ പോകുന്ന കഴിയുമ്പോൾ തൻവി വിളിച്ചു, കുറച്ച് പ്രോബ്ലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഐ ജസ്റ്റ് സെഡ് ഡോണ്ട് വറി, അവിടെ നിന്ന് ആരുടെ നമ്പർ ഗൂഗിൾ പേ നമ്പർ കിട്ടുന്ന ഐ ജസ്റ്റ് സെറ്റിൽ ഇറ്റ് ഫോർ യു എന്ന് പറയും. ബിക്കോസ് ഈ നമ്മുടെ ഇവിടെ അപ്പോൾ ആലോചിക്കപ്പെടാം നമ്മൾ എത്ര ഫോർവേഡാണ്, നമുക്ക് ഈ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവിടെയൊന്നും അതൊന്നും ആയിട്ടില്ല. അവിടെയൊക്കെ മറ്റേ മാക്സിമം കാർഡ്സിൽ നിൽക്കുകയാണ്. എന്നാലും കുറേ ദിവസം കഴിഞ്ഞ് തന്നി പോയപ്പോൾ എന്തോ പോലെ. ബട്ട് നമ്മൾ അന്ന് ബാലി പോയ ദിവസം ഇതിനേക്കാൾ നമുക്കും വിഷമമുണ്ടായിരുന്നു, തന്വിക്ക് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് തന്നി 23rd മറ്റോ തിരിച്ച് പോകേണ്ടതായിരുന്നു. പക്ഷെ പിന്നെയാണ് ആ പാസ്പോർട്ട് ഡിലേ ആയതും പിന്നെ തന്വിയുടെ ടിക്കറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതും ഒക്കെ അത് കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഇത്തവണ പോയപ്പോൾ നമുക്കും ലൈക്ക് വിഷമമുണ്ട്. എന്നാലും വി നോ ലൈക്ക് തൻവി ഹാസ് ടു ഗോ ബാക്ക്. ലിയാന് സ്കൂൾ തുറന്നു, സ്കൂളിൽ ജോയിൻ ചെയ്യണം. തൻവിക്ക് അവിടെ ചെന്നിട്ട് ചെയ്ത് തീർക്കേണ്ടതായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഹെർ ഓഫീസിൽ തിരിച്ചു പോയി, ലീവൊക്കെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ പോയിട്ട് ചെയ്ത് തീർക്കാനുണ്ട്. സോ അവരും കുറച്ച് ഈ ഒരു ഓൾമോസ്റ്റ് എക്സാക്ട്ലി 2 days എക്സ്ട്രാ ടൈം കിട്ടി. അപ്പം അതുകൊണ്ട് എന്തൊക്കെയോ കൂടുതൽ ചെയ്യാൻ പറ്റി. ലൈക്ക് ഈ നമുക്ക് ആ ദിവസങ്ങളുണ്ടല്ലോ, കല്യാണം, അത് കഴിഞ്ഞിട്ട് ഓണം, ആ ദിവസങ്ങളൊക്കെ ഭയങ്കര തിരക്ക് പിടിച്ചായിരുന്നു. ഓണം വാസ് ഓൺ 15th and 16th നൈറ്റ് വി ട്രാവൽ ടു ബാലി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒട്ടും റിലാക്സ് ചെയ്തിരിക്കാനുള്ളൊരു ടൈമേ ഉണ്ടാവില്ല. ഈ പോയ കുറച്ച് ദിവസമൊക്കെ ടോട്ടലി ഞാൻ റിലാക്സ് ആയിരുന്നു.
ഇപ്പോൾ ഞാൻ ചോറൊക്കെ വാരി എവിടെ ഇറങ്ങിയാലും എനിക്കൊരു പ്രശ്നമില്ല, ബിക്കോസ് ഐ എം ഫ്രീ, ഞാൻ ക്ലീൻ ചെയ്യും. അപ്പോൾ ഇന്നും മാത്യൂസ് കേക്ക് കട്ട് ചെയ്തപ്പോൾ കുറേ താഴെയൊക്കെ വീണു. അപ്പോൾ ലൈക്ക് നമുക്കിങ്ങനെ റിലാക്സ്ഡ് ആണെങ്കിൽ നമുക്കിപ്പോൾ കുറച്ച് അലമ്പ് ഒക്കെ ആയാലും നമുക്ക് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രശ്നം. പക്ഷെ നമ്മളിങ്ങനെ ഭയങ്കര സ്ട്രെസ്സിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ നോർമൽ സീയിൽ നിന്ന് മാറിയിട്ട് ഒത്തിരി എക്സ്ട്രാ പണിയൊക്കെ വന്ന ഭ്രാന്ത് പിടിക്കും. ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് റിയൽ ഫൺ. Liana had a good time here. Tanvi also had a very good time here. ഇന്നിപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവൻ വളരെ ഹാപ്പി ആയിട്ടാണ് പോയത് കേട്ടോ. അവൻ ഇനി നമ്മളെയൊക്കെ ഒരു പക്ഷേ മിസ് ചെയ്യുമെങ്കിൽ അത് അവിടെ എത്തിക്കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പോൾ അവൻ്റെ വിചാരം ഐ എം ഗോയിങ് ദി എയർപ്ലെയിൻ ടാറ്റാ എന്നൊക്കെ പറഞ്ഞാണ് പോയത്. കുറേ കഴിയുമ്പോഴേക്കും അവരുടെ വീട്ടിൽ തിരിച്ചെത്തി കഴിയുമ്പോഴേക്കും അവിടെ അവർ രണ്ടുപേരും മാത്രം ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഈ ഒരു ബഹളം. ഇങ്ങോട്ട് നോക്കിയാലും അവന് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറേ ആൾക്കാരും. ഇന്നലെയൊക്കെ ഇഷാനിയുടെ കൂടെയൊക്കെ എത്ര നേരം ഇരുന്നാണെന്നോ കോമഡി പറയുന്നത്. ഇത് നല്ല രസമായിരുന്നു ഇഷാനിയുടെ കൂടെ. ഇഷാനിയുടെ കൈൻഡ് ഓഫ് കോമഡി, ഓസിയുടെ കൂടെ ഇരിക്കുമ്പോൾ ഓസിയുടെ കൈൻഡ് ഓഫ് കോമഡി. നല്ല രസമാണ്. വെരി ഫണ്ണി ബോയ്, വെരി സ്വീറ്റ് ബോയ്. ലെറ്റ്സ് ഗോ ഹാവ് എ നൈസ് സ്കൂൾ ട്രിപ്പും ഒക്കെ ആവട്ടെ അവിടെ പോയിട്ട്. അവൻ്റെ ചോട്ടാ ഭീമിൻ്റെ ബാഗൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ പറയും നീ അവിടെ പോകുമ്പോൾ അവിടെ പോയിട്ട് നിൻ്റെ അവിടെയുള്ള കനേഡിയൻ ഫ്രണ്ട്സിനെ കൊണ്ട് കാണിക്കണം. ഇതാണ് ഇന്ത്യയിലെ കാർട്ടൂൺ ചോട്ടാ ഭീം. ചോട്ടാ ഭീമിൻ്റെയും അവൻ്റെ കൂട്ടുകാരുടെയൊക്കെ കുറേ കുഞ്ഞു ഡോൾസൊക്കെ ഉണ്ട്. ഓ ഇതെപ്പോൾ തുടങ്ങിയ മഴയാണ്, എന്ത് സൗണ്ടാണ്, ഭയങ്കര മഴ. എൻ്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? അകത്ത് പോവല്ലേ. ഞാൻ ഇന്ന് ഇനോഗ്രേഷൻ ചെയ്യാൻ പോയ ആ സ്ഥാപനത്തിൽ നിന്ന് ദേ ഹാവ് ഇൻവൈറ്റഡ് മീ ഓവർ ടു ഡു ആക്ച്വലി ഇന്ന് ഞാൻ ഇനോഗ്രേഷൻ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഞാൻ പോകേണ്ടതായിരുന്നു അവിടെ. എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ടു ഡു എൻ ഓയിൽ മസാജ് എന്നുള്ളത്. പക്ഷേ ഞാനും കുറച്ച് തിരക്കായിപ്പോയി. പിന്നെ അവിടെ ഏതോ അവിടുത്തെ ശാലിനി ഡോക്ടറുടെ കുട്ടിക്ക് ഇടയ്ക്കൊന്നും സുഖമില്ലാതായി. അങ്ങനെ ഒരു 2 ദിവസം അത് നടന്നില്ല. സോ ഞാൻ നാളെ ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബട്ട് ടുമോറോ ഓൾസോ ഐ മേ നോട്ട് ബി ഏബിൾ ടു ഗോ ബിക്കോസ് ഇഷാനിക്ക് നാളെ ഒരു ഷൂട്ടുണ്ട്, പോസ്റ്റർ കോഫിയുടെ മറ്റേ ഒരു ഷൂട്ടുണ്ട്. ഐ ഹാവ് ടു ഗോ വിത്ത് ഹർ. മേ ബി മറ്റന്നാളൊന്ന് പോകും. ഞാൻ അമ്മൂനോട് പറയുമ്പോൾ അമ്മു വാസ് എക്സൈറ്റഡ്. ഈ അമ്മൂന് ഓയിൽ മസാജ് ആൻഡ് റിലാക്സിങ് എന്നൊക്കെ കേൾക്കുമ്പോൾ അമ്മു ഗെറ്റ്സ് റിയലി എക്സൈറ്റഡ്. അപ്പോൾ ഞാൻ പറയും അമ്മു അവിടെ എണ്ണത്തോണി ഞാൻ ഒന്നേ കണ്ടോളൂ, 2 എണ്ണം ഉണ്ടോ എന്ന് ഇനി ഒന്ന് അന്വേഷിക്കണം എന്ന് പറയും. ഈ സ്ഥാപനം അവർ ഈ പ്രസവ ചികിത്സ ചെയ്യാനായിട്ട്, പ്രസവരക്ഷ ചെയ്യാനായിട്ട് വീടുകളിൽ പോകുമ്പോൾ നമ്മൾ ഈ പ്രസവ ഈ വേദമൊക്കെ ഇടാനായിട്ട് വലിയ കാലമൊക്കെ വേണം. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ആ കാലമുണ്ട്. പക്ഷേ ഈ ഗ്രൂപ്പ് ഈ വെൽനസ് സെൻറ്റർ ഇതുപോലെ അവരുടെ അവിടെ നിന്ന് ബുക്ക് ചെയ്തിട്ടാണ് പോകണമെങ്കിൽ കംപ്ലീറ്റ് സാധനങ്ങളുമായിട്ടാണ് വരണേ. ഇപ്പോൾ ഈ ഒരു വീട്ടിൽ ഒരു കുട്ടി പ്രസവിച്ചു, ആ കുട്ടിക്ക് ഇപ്പോൾ ഒരു 28 ഡേയ്സിന് ഇവരുടെ ഒരു ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് വെച്ചാൽ അതിനുള്ള തിങ്സുമായിട്ട് എവറിത്തിങ് ലൈക്ക് വാട്ട് എവർ ഇസ് നീഡഡ് അത് കറക്റ്റ് ആ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരമുള്ള എക്സാക്ട്ലി വേണ്ട സാധനങ്ങൾ കറക്റ്റായിട്ട് അതൊക്കെ ആയിട്ട് വന്ന് അതെല്ലാം ചെയ്ത് അങ്ങനെയാണ്. ദാറ്റ്സ് ഗുഡ് യുനോ. കാരണം പണ്ടൊക്കെ എനിക്ക് നാഗമാമ ഓരോന്ന് ചെയ്തു തരുമ്പോഴത്തേക്കും അവർ പറയുന്നു, നമ്മൾ ചെയ്യുന്നു. പക്ഷേ പുള്ളിക്കാരി വർഷങ്ങളായിട്ട് ഇതേ തൊഴിൽ ചെയ്ത് അതുപോലെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ കണ്ണും അടച്ച് അവർ പറയുന്ന എല്ലാം വിശ്വസിക്കും. അവരിപ്പോൾ അതാണ് ഇതാണ്, അത് കുടിക്കണം, ഇത് കുടിക്കണം, ഇത് കഴിക്കണം, നമ്മൾ വേത് വെള്ളത്തിൽ ഇന്ന ഐറ്റംസാണ് ഇടേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ലൈക്ക് നമ്മൾ കണ്ണും അടച്ച് വിശ്വസിക്കുകയാണ്. ബിക്കോസ് നമുക്ക് പരിചയമുള്ള ധാരാളം പേർക്ക് വേണ്ടി അവർ ഇതുപോലെ പ്രസവരക്ഷ ചെയ്യാൻ പോയിട്ടുണ്ട്. അവരെന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളിയാണ് എന്നുള്ള ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് നമ്മൾ അറിയുന്നതും ആദ്യമായിട്ട് പരിചയപ്പെടുന്നതും. ഞാൻ അമ്മുനെ പ്രസവിക്കുന്നതിന് ഒരാഴ്ച മുന്നേ നമ്മുടെ പരിചയത്തിലുള്ള ഒരു ഓമന ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. പുള്ളിക്കാരി കിച്ചുവിനോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയതും കണ്ടതും പരിചയപ്പെട്ടതും ആ അമ്മയെ ബുക്ക് ചെയ്തതും ഒക്കെ. സോ അതുപോലെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അതുപോലെ ഒരു എല്ലാം നന്നായിട്ട് അറിയാവുന്ന സാധാരണ ആൾക്കാരുണ്ടാവാൻ ചാൻസ് കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ആയുർവേദിക് പ്രോപ്പർ എന്താണ് ഗവൺമെൻറ് പെർമിറ്റൊക്കെ ഉള്ള പോലത്തെ സെൻറ്റേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആകുമ്പോൾ ലൈക്ക് പക്ക നമുക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടല്ലോ. ലൈക്ക് അതുപോലത്തെ സ്ഥാപനങ്ങൾ നമുക്ക് ധൈര്യമുണ്ട്. അവിടെ കൊണ്ടുതരുന്ന സാധനങ്ങളായാലും അവർ നമ്മളെ വേദിയിലിടുന്ന പ്രോഡക്റ്റ്സ് ആയാലും കഴിക്കാൻ തരുന്ന ലേഹ്യങ്ങളായാലും കുറുക്കായാലും എന്ത് സംഭവങ്ങളായാലും അതിനൊക്കെ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ആയുർവേദ ഡോക്ടർ ഇവിടെ ആണെങ്കിൽ 2 പേരുണ്ട്. ഡോക്ടേഴ്സിൻ്റെ ഒരു മേൽനോട്ടത്തിലാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. ആൻഡ് ഇവിടെ യോഗയുണ്ട് കേട്ടോ. യോഗയുടെ റൂം എന്നെ കാണിച്ചത് വെരി നൈസ് റൂം ചെന്ന് കയറുമ്പോൾ. അപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസിനുള്ള യോഗയുണ്ട്. യോഗയും ഇവർ
വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി ചെയ്ത് കൊടുക്കും. അല്ല ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ എന്നോട് പറയുന്നത് പ്രഗ്നൻറ്റ് ലേഡീസിന് ഒരുമിച്ച് അവർക്ക് ഇപ്പം കുറച്ചധികം പ്രഗ്നൻറ്റ് ലേഡീസിന് ഒരുമിച്ച് അവർക്ക് ഇവിടെ കിട്ടുവാണെങ്കിൽ ഒരു വീക്ക്ലി ഇത്ര ദിവസം ഒരു സെഷൻ പോലെ വെച്ചിട്ട് അതുമൊക്കെ ദേ ഹാവ് ഇൻ പ്ലാൻ ചെയ്യണം. അത് നല്ലൊരു കാര്യമാണ്. ഇതോ ഒരു സിനിമ ഇതാണ് സായി പല്ലവി പ്രകാശ് രാജുവൊക്കെ അഭിനയിച്ചൊരു സിനിമ. ഷോർട്ട് മൂവീസ്. അപ്പോൾ വാട്ട് ദ മൂവീസ് നെയിം? അതിലിതുപോലെ സായി പല്ലവി പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഇതുപോലെ ഒരു യോഗ ക്ലാസ്, ഫുൾ പ്രഗ്നൻറ്റ് ലേഡീസ് വന്നിട്ട് ഒരു യോഗ ക്ലാസ്സിൽ പോകുന്ന ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ഇതുപോലെ ധാരാളം, പണ്ടൊക്കെ നമുക്ക് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഇതുപോലെ യോഗ ചെയ്യണമെന്നും റിലാക്സ് ചെയ്യണമെന്നും മനസ്സിനൊരു ഇത് അങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. ഇന്ന് വെൻ ദേ വർ ടെലിങ് മീ ലൈക്ക് അവർക്ക് അമ്മുവിൻ്റെ സംസാരം കേട്ടതിന് ശേഷമാണ് ലൈക്ക് ദേ തോട്ട് ലൈക്ക് മദേഴ്സ് ഷുഡ് ബി ഓൾസോ ഗിവൻ സം ലിറ്റിൽ എക്സ്ട്രാ കെയർ. ബിക്കോസ് അവർ ഹാർഡ്ലി അവരുടെ കാര്യം നോക്കാതെ ഒരുവിധപ്പെട്ട അമ്മമാർ ഇതുപോലെയാണ്. ഫുൾ ടൈം പിള്ളേരുടെ പിന്നെ ഓടുന്നു ഡൂയിങ് ഓൾ കൈൻഡ് ഓഫ് തിങ്സ്. ആൻഡ് അവരൊരു പക്ഷേ അവരെക്കുറിച്ചൊന്നും ചിന്തിക്കത്തുകൂടിയില്ല. ആൻഡ് പലപ്പോഴും അവർക്ക് ആവശ്യമാണ് എനിക്കറിയാം ധാരാളം പണ്ട് ഈ നമ്മുടെ നാഗമ്മ അമ്മയൊക്കെ തന്നെ നമുക്ക് പരിചയമുള്ള പലർക്കും വേണ്ടി പ്രസവിച്ചിട്ട് 20 വർഷമായതായിരിക്കും, പക്ഷേ വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ അവർക്കൊക്കെ മാസം അറ്റ് എ ടൈം ഒരു നമ്പർ ഓഫ് ഡേയ്സ് 7 ദിവസം 14 ദിവസം അങ്ങനെ ഇതുപോലെ കുഴമ്പ് തേച്ച് മസാജ് ചെയ്ത് മഞ്ഞളൊക്കെ തേച്ച് വെള്ളമൊക്കെ ഇട്ട് പിടിച്ച് കുറച്ച് ലേഹ്യങ്ങളൊക്കെ കഴിച്ച് പ്രസവം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന അതേപോലത്തെ കാര്യങ്ങൾ ഇതുപോലെ ധാരാളം സ്ത്രീകൾ ചെയ്യാറുണ്ട്. അതിൽ ഷുവർലി ബി നമ്മുടെ ഒരു ഹെൽത്തിന് എന്നും ഒരു അഡിഷൻ തന്നെയായിരിക്കും ഇങ്ങനെ ചെയ്താൽ. ഞാനൊക്കെ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പലപ്പോഴും മനസ്സിലാഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ചെയ്തിട്ടേ ഇല്ല. ഞാൻ ആ 4 എനിക്ക് ഹൻസുവിൻ്റെയും കൂടെ കഴിഞ്ഞതോടുകൂടി പിന്നെ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഹൻസുവിനെ പ്രസവിച്ചതിന് ശേഷമാണ് സിമി റിഷാനെയും മാഹിനെയും പ്രസവിച്ചത്. അതിന് ശേഷമാണ്. ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു നാഗമ്മ വന്നതും ഈ കുളിയും കാര്യങ്ങളും ഒക്കെ നടന്നത്. ഞാൻ പക്ഷേ ഇതൊക്കെ നോക്കി വെച്ച് എനിക്ക് പണിയൊക്കെ അറിയാൻ കിട്ടാം. ഞാനിതെല്ലാം ഇങ്ങനെ നന്നായിട്ട് നോക്കി വെച്ചിട്ടുണ്ട്. എന്താ ചെയ്യണേ, ഇങ്ങനെയാ ചെയ്യുന്നത്, ഏത് വെള്ളം ഇടുന്നതിൽ എന്തൊക്കെയാണ് ചേർക്കുന്നത്, എനിക്കിതെല്ലാം അറിയാം. ഇവിടെ എൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന സഫീല പ്രസവിക്കുന്നതിനും ഒരു ഫ്യൂ ഡേയ്സ് ബാക്ക് ഞാൻ നമ്മുടെ ഡ്രൈവറെ വിട്ടിട്ട് സഫീലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാനാണ് വാങ്ങിയതും എത്തിച്ചു കൊടുത്തത്. അപ്പോൾ എനിക്കറിയാം എന്തൊക്കെയാണ് വെയ്ത് വെള്ളത്തിൽ ഇടേണ്ടത്, എല്ലാ സംഭവങ്ങളും അറിയാം. പ്രസവിച്ച് കഴിഞ്ഞിട്ട് കഴിക്കേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എനിക്ക് വേണ്ടിയും വാങ്ങിയിട്ടുണ്ട്, സിമിക്ക് വേണ്ടിയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിതൊക്കെ കുറിച്ച് ചില കാര്യങ്ങളോട് നമുക്ക് ഒത്തിരി ഇൻട്രസ്റ്റ്, നമ്മളിങ്ങനെ അതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. അത് പിന്നെ ഈ ഞാൻ പോയ ഇന്നത്തെ സ്ഥാപനം അവർ പറഞ്ഞ് കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് എൻ്റെ കൂടെ അവരും ചെയ്യുന്നു. കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് എനിക്കിവർ കുഞ്ഞിനെയൊക്കെ കുളിപ്പിക്കാൻ കൊതിയാവുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ കേട്ടോ. നല്ല രസം. ഞാൻ നന്നായിട്ടായിരുന്നു ഇവരെയൊക്കെ കുളിപ്പിക്കുന്നത്. ഹൻസുവിനെയൊക്കെ അപ്പോൾ ഐ റിയലി എൻജോയ്. ഞാനിങ്ങനെ ഇവരെല്ലാവരും അങ്ങ് സ്കൂളിൽ പോകുമല്ലോ, അമ്മൂസിയും ഷാനിക്കൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഹൻസ് കിടക്കോടെ ഞാൻ പോയി ഒരു മണിക്കൂർ ഇരുന്ന് എല്ലാം കുഴമ്പൊക്കെ തേച്ച് കൈയും കാലും ഒക്കെ എക്സസൈസൊക്കെ ചെയ്യിപ്പിച്ച് മഞ്ഞളെല്ലാം തേച്ച് നല്ലതായി. ഐ റിയലി എൻജോയ് ചെയ്യണം ഹൻസ് കുട്ടിയെ കുളിപ്പിക്കുന്ന ആ ഒരു ഞാൻ തന്വിയോട് ചോദിച്ചു, തന്വി ഞാൻ കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് തന്വി തന്വിക്ക് അറിയാമായിരുന്നോ കുട്ടികളെ കുളിപ്പിക്കുന്നതെന്നൊക്കെ. അപ്പോൾ തന്വി എന്നോട് പറഞ്ഞു, ഇല്ല സിന്ധുമ്മ, ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കി ഞാനാണ് കുളിപ്പിച്ചത്. അപ്പോൾ തന്വി സ്വന്തമായിട്ടാണ് കുട്ടിയെ കുളിപ്പിച്ചത്. അപ്പോൾ ഇവിടെ നമ്മളൊക്കെ പറയും, നമ്മളിവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ, തല നന്നായിട്ട് മസാജ് ചെയ്യണം, മൂക്കിങ്ങനെ എണ്ണ വെച്ചിട്ട് പിടിച്ച് വിടണം, എന്നാലേ മൂക്കിന് നല്ല നീളം കിട്ടൂ, തല നല്ല ഉരുട്ടി ഇങ്ങനെ ആ ഷേപ്പിൽ നന്നായിട്ടൊന്ന് തേച്ച് വിടണം, തുണി തൊട്ടിൽ കിടത്തണം, തല പക്ഷെ തന്വി ഒന്നും കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ലിയാൻ്റെ തലയും നല്ല ഉരുണ്ടായിരിക്കണം, അവന് നീണ്ട മൂക്കും ഉണ്ട്, അവനെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ച് പാവം തന്വി എന്ത് ചെയ്തിട്ടുണ്ടാവും എനിക്ക് തന്നെ കിടക്കണം. തന്വിക്കും ക്ലാസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ ആയിരുന്നു. ഇനി വെരി സർവൈവ്ഡ് ആൻഡ് ഡൂയിങ് റിയലി വെൽ ആൻഡ് ഞാൻ ഹാപ്പി. ഇത് വളരെ ഹാപ്പി ആയിട്ടോ പറയാം. വിഷമമൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും തന്വിക്കില്ലായിരുന്നു. ഇന്നൊരു കുഞ്ഞ് ഡ്രാഗൺ ഒരെണ്ണം ഒന്നിടത്തിൽ കിളി കൊത്തിയിരുന്നു, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഒരു ഡ്രാഗൺ കൊടുക്കും, അവന് വലിയ ഇഷ്ടമായിരുന്നു ഡ്രാഗൺ. അവൻ പറയുമായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചാൽ അവൻ ഡ്രാഗണായിട്ട് മാറും, അവൻ്റെ വായിന്ന് ഫയർ വരും എന്നൊക്കെയായിരുന്നു അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ കുറേ നേരം കൊണ്ട് സംസാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഈ വ്ളോഗ് അങ്ങ് നിർത്തിയാലോ. ഇനിയൊരു മൂഡില്ല, ഇനിയൊരു എനർജി ഇല്ല. ഐ എം ഓൾസോ ഫീലിംഗ് ലിറ്റിൽ സാഡ്. ഒരു മൂഡില്ല. ഓസിന്ന് കാലങ്ങൾക്ക് ശേഷം ഓഫീസിൽ പോയി.
അമ്മു റിയയുടെ ചേച്ചി നീമ വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്, കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടോ? ഞാനൊന്നും തുടച്ചോട്ടെ. ആ, ചില സമയത്ത് നമ്മൾ ഫിംഗേഴ്സ് വല്ലതും ആ ലെൻസിൻ്റെ അവിടെ തട്ടിയാൽ കുറച്ചൊരു ബ്ലർ പോലെ ഞാൻ. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. സീ യു സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ എൻ്റെ ഈ ഒരു എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു കുഞ്ഞ് ഇനോഗ്രേഷൻ വീഡിയോ, ഇനി തണ്ടി പോയ കുറച്ച് വിഷ്വൽസും ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സീ യു സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ലോട്ട്സ് ഓഫ് ലവ്. ഓക്കെ, ബൈ.